ആബിഗെയിൽ ഒരു പുതിയ ഇംഗ്ലീഷ് ഹൊറർ കോമഡി ചിത്രമാണ് ഇന്ന് ഈ സിനിമയെക്കുറിച്ച്. ഒരു ബാലറീന ഡാൻസറായ 12 വയസ്സുള്ള കൊച്ചു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കുറച്ച് കിഡ്നാപ്പേഴ്സ്, അവരുടെ കഥയാണ് ഈ സിനിമ. പക്ഷെ അവർക്ക് ഇതുപോലൊരു അബദ്ധം പറ്റാനില്ല എന്ന് തന്നെ പറയണം. അതെന്താണെന്നറിയാൻ പടം കാണുക. ഓർക്കുക, ട്രെയിലർ ഒന്നും കാണാതെ ഈ പടം നിങ്ങൾ കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു മെയിൻ സീക്രട്ട് ആദ്യം തന്നെ റിവീൽ ആയി പോകും. നല്ലൊരു വെറൈറ്റി ഹൊറർ ത്രില്ലർ പടം. അങ്ങനെ പറഞ്ഞാൽ പോരാ, ഇതൊരു സ്ലാഷർ കോമഡി ഹൊറർ സിനിമയാണെന്ന് പറയാം. ഒരു ജാതി അലുവേ മത്തിക്കറിയൊക്കെ പോലെ അല്ലേ? കൺഫ്യൂഷൻ ആയില്ലേ? അതാണ്. ഇതുപോലെ ഒരു കഥയുണ്ടാക്കാനായിട്ട് ഇങ്ങനെ ഒരു പുതുമയുള്ള ഒരു ചിന്ത വന്നത് തന്നെ അഭിനന്ദനീയമാണ്. അതാണ് പടത്തിന്റെ മെയിൻ പോസിറ്റീവ്. ഇത്തരത്തിലുള്ള കഥകളിൽ കുറെ പേര് ഇങ്ങനെ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടും, കുറെ എണ്ണം ചാകും. അതിൽ ആരൊക്കെ അവസാനം രക്ഷപ്പെടും എന്നുള്ളത് ആയിരിക്കും നമ്മുടെ ഒരു ചിന്ത പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. കാണുന്ന ഓരോ പ്രേക്ഷകർക്കും കഥയിൽ ഒരു ഫേവറേറ്റ് കഥാപാത്രം ഉണ്ടാവും, അവർ രക്ഷപ്പെടണമെന്ന് നമ്മൾ വിചാരിക്കും. ഈ പടത്തിലും അങ്ങനെ ആരാണ് രക്ഷപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സീക്രട്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ സിനിമയും ആ ഒരു ഫോർമാറ്റ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഇതിലൊരു സംഭവം ഉണ്ട് കേട്ടോ, അതാണ് ഇതിന്റെ വെറൈറ്റി എന്ന് പറയാം. ഇതൊരു പ്രത്യേക ജോണറിൽ പെട്ട പടമാണ്. ഉള്ള കാര്യം പറയാമല്ലോ, ഞാൻ ആ ജോണറിന്റെ ഫാനൊന്നും അല്ല. പക്ഷേ അതും കൂടി മിക്സായി വന്നപ്പോഴാണ് ഈ പടം ഇത്ര വെറൈറ്റി ആവുന്നതെന്ന് തന്നെ പറയാം. അതെന്താണെന്ന് അറിയാതെ പടം കാണുക, അതിനാണ് ഞാൻ ട്രെയിലർ കാണരുത് എന്ന് പറഞ്ഞത്. ആ ഒരു സീക്രട്ട് അറിയാതെ കണ്ടെങ്കിൽ ഈ പടം കണ്ട് ആസ്വദിക്കാൻ ഒരു സുഖം ഉണ്ടാവുകയുള്ളൂ. കാസ്റ്റിംഗ് ഒക്കെ കിടുവായിരുന്നു. ആബിഗെയിൽ എന്ന പ്രധാന കഥാപാത്രമായിട്ട് വന്ന അലീഷ വെയർ എന്ന കുട്ടിയുടെ കിടിലം പെർഫോമൻസ് ആയിരുന്നു. ഒരേ സമയം വളരെ നിഷ്കളങ്കമായ, ഫണ്ണിയായ, അതുപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള, കുറേയധികം ശാരീരികമായി ബുദ്ധിമുട്ടി പെർഫോം ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ്. കുട്ടി അത് കിടിലനായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. സ്ക്രീൻ ഫ്രാഞ്ചൈസിലൊക്കെ അഭിനയിച്ചിട്ടുള്ള നമ്മുടെ അമല പോളിനെ പോലെയൊക്കെ ഇരിക്കുന്ന മെലീസ ബെറേറയാണ് ജോയ് എന്ന മറ്റൊരു പ്രധാന വേഷത്തിലെത്തിയിട്ടുള്ളത്. പുള്ളിക്കാരിയും പൊളിയായിരുന്നു. ഈ പരസ്പരം കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ലാത്ത ആ ഒരു ടീം മെമ്പേഴ്സിനെ കുറിച്ച് പുള്ളിക്കാരി ഗസ് ചെയ്യുന്ന സീനൊക്കെ മികച്ചതായിരുന്നു. ഡാൻ സ്റ്റീവൻസിന്റെ ഫ്രാങ്ക് എന്ന ക്യാരക്ടറും നന്നായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബ്രേക്കിംഗ് ബാഡിലെ ഗസ് ഫ്രിങ് ആയിട്ട് വന്ന ജക്കാർലോ എസ്പോസിറ്റോ ഒക്കെ ഒരു വേഷത്തിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയിൽ ഡീൻ എന്ന ക്യാരക്ടറായിട്ട് വന്ന ആംഗസ് ക്ലൗഡിന്റെ അവസാന ചിത്രമാണിത്. പുള്ളി കഴിഞ്ഞ വർഷം മരിച്ചു പോയിരുന്നു. അങ്ങനെ മൊത്തം ഒരു 8-9 കഥാപാത്രങ്ങൾ മാത്രമേ ഈ പടത്തിലുള്ളൂ. അഭിനയിച്ച എല്ലാവരും പൊളിയായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യാമറ, ഗ്രാഫിക്സ്, എഡിറ്റിംഗ്, കളർ ഗ്രേഡിങ്, സ്കോർ ആൻഡ് സൗണ്ട് ഡിസൈൻ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഇമോഷണലി നമുക്ക് കാര്യമായിട്ടൊന്നും കഥാപാത്രങ്ങളുമായിട്ട് കണക്ട് ആവില്ല എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ നെഗറ്റീവായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇതിലെ ചില കോമഡി ഒക്കെ ആസ്ഥാനത്തായി പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ചുരുക്കത്തിൽ ഒന്ന് കണ്ടിരിക്കാവുന്ന, കൊള്ളാവുന്ന ഒരു വെറൈറ്റി ഹൊറർ ത്രില്ലറാണ് ആബിഗെയിൽ. ഞാൻ ഇതിന് 3.5 ഔട്ട് ഓഫ് 5 റേറ്റിംഗ് നൽകും. എന്റെ അഭിപ്രായം ആയിരിക്കില്ല നിങ്ങൾക്ക്. 1.25 മണിക്കൂറാണ് പടത്തിന്റെ റൺ ടൈം. പടം 2 ആഴ്ച മുമ്പ് തിയേറ്ററിൽ റിലീസ് ആയതേ ഉള്ളൂ. ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആണ്. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കുക. കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക.